നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റം വരാത്തൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട. മേ ബി നമുക്കതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. നെക്സ്റ്റ് എന്താവും, നമ്മുടെ ഫ്യൂച്ചർ എന്താവും, നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം ഒന്നും അറിയുന്നുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ കാണാത്ത ചില പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട്. Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് അല്ലെ. കുറച്ച് തിരക്കായിരുന്നു, യാത്രയിലൊക്കെ ആയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കണ്ണൂരിലാണെന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഐ എം റിയലി സോറി, ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ണൂർ പയ്യന്നൂരിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കണ്ണൂർ ഇസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ വരുന്നത്. അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഫുഡ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഞാനും കോഴിക്കോട്ടുകാരിയാണ്, സോ നമുക്ക് സിമിലാരിറ്റീസ് ഉണ്ട് കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ അല്ലെ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ആൻഡ് ഇത് ചെയ്യാനുള്ളൊരു റീസൺ, സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോകുന്ന ആളുകൾ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ, അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് കുറച്ച് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കാറുണ്ട്. സോ ഐ തോട്ട് ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ ജേർണി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. എനിക്ക് മനസ്സിലാവും ചില ആളുകൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പറയാ, ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ കൂടെയാണ് പോകുന്നത്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഐ ഫീൽ ലൈക്ക് നമ്മൾ ചെറിയ കുട്ടികൾ ഒരു പുതിയതായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അവര് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയും അല്ലെ, പാരന്റ്സിന്റെ അടുത്തും അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തും ഞാൻ കണ്ടു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ചില ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഭയങ്കര ഒറ്റപ്പെടൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ സംഭവിക്കുന്ന സമയത്ത് പേടിക്കുന്ന ആളുകളും ഉണ്ട്, അതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയാത്ത ആളുകളും ഉണ്ട് അല്ലെ. സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണ് പോകുന്നത്, നിങ്ങളത് സ്പിരിച്വൽ ജേർണിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സാഹചര്യത്തിൽ കൂടെ പോയി അനുഭവിച്ച് അതിന്റെ ഒരു എക്സ്ട്രീമിലെത്തി, ഇനി അതിൽ കൂടുതലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനില്ല, അല്ലെങ്കിൽ ചില കാര്യത്തിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് വേദനയേക്കാൾ കൂടുതൽ ഒരു മരവിപ്പാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് യൂസ്ഡ് ആവും അല്ലെ. നമ്മൾ ആ ഒരു പ്രശ്നമായിട്ട്, നമ്മുടെ ലൈഫിൽ ആ ഒരു പ്രശ്നമായിട്ട് നമ്മൾ ശീലമായി പോവും. ആൻഡ് പല ആളുകളും അവിടെ സെറ്റിലായി പോവും. എത്രയോ ആളുകളുണ്ട് വർഷങ്ങളോളം ഒരേ അവസ്ഥയിൽ തന്നെ അവരുടെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജിൽ തന്നെ നിന്ന് പോകുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ചില അവസ്ഥകള് നിങ്ങൾ വീണ്ടും പോയി നിങ്ങൾക്ക് ആ ഒരു മരവിപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഇനി എക്സൈറ്റഡ് ആയിട്ട് സംഭവിക്കാനൊന്നുമില്ല, ലൈഫ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ചില അവസ്ഥയിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ വയസ്സാവും അല്ലെ. വയസ്സായെന്ന് തോന്നും, ഇനി ഒന്നുമില്ല. വയസ്സായെന്ന് തോന്നാൻ കാരണം എന്താണ്, നമുക്കിനി എക്സൈറ്റഡ് ആയിട്ട് ഒന്നും വരാനില്ല എന്നുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് വരുന്ന സമയത്താണ് അല്ലെ. ആൻഡ് ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു സോളിറ്റ്യൂഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ. ആ ഒരു അവസ്ഥയിൽ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മൾ ആ ഒരു ഗെയിം വിൻ ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ലൈഫ് വിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് മാജിക്കൽ ആണ്. പക്ഷെ പല ആളുകൾക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഈ ഒരു സോളിറ്റ്യൂഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അങ്ങനെ ലൈഫ് തന്നെ മരവിച്ചു പോകുന്ന സമയത്ത് എല്ലാവർക്കും അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവർക്കും ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, പക്ഷെ പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ചില ആളുകൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് ലൈഫിനോടുള്ള എല്ലാ ഹോപ്പും വിട്ട് പോയി ലൈഫിന്റെ എൻഡ് ആക്കുന്ന ആളുകളുണ്ട്, ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അത് ഫൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. വീണ്ടും ഫൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ബാറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലും വിട്ടുകൊടുക്കാൻ പറ്റില്ല, എന്റെ ലൈഫ് എനിക്ക് തിരികെ പിടിക്കണം, എന്റെ ലൈഫ് എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് മാറ്റം വേണം എന്ന ആ ഒരു തോന്നലും അതിനു വേണ്ടി ആക്ഷൻ എടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല വേണ്ടത്. നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മാനസികപരമായിട്ടുള്ള ഒരു കരുത്താണ് വേണ്ടത്, ധൈര്യമാണ് വേണ്ടത്. ഓരോ ആളുകളും പോകുന്നത് പല സിറ്റുവേഷനിൽ കൂടെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇനി നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്, മുന്നോട്ടുള്ള വഴി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടത്. സോ
ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ്, ഒരു കംപ്ലീറ്റ് ഹോപ്പ് പോകുന്ന സമയത്താണ്, പ്രത്യേകിച്ച് എന്താണെന്നൊന്നും ലൈഫിൽ മുന്നോട്ടൊന്നും അറിയാത്തൊരു സ്റ്റേജിലാണ് 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ. സോ എനിക്ക് അറിയാവുന്ന രീതിയിൽ ജേർണൽ, രാവിലെ എണീക്കുക, ഒരു സമയത്ത് ഞാൻ 4:30 എണീക്കും, മെഡിറ്റേഷൻ ചെയ്യും, യോഗ ചെയ്യും, കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും, പ്രാർത്ഥിക്കായിരുന്നു, ലളിത സഹസ്രനാമം ഒക്കെ ചാൻറ്റ് ചെയ്യായിരുന്നു. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് പല രീതിയിലായിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക, അല്ലെ? ഇപ്പൊ തോന്നുന്നതായിക്കൊള്ളുന്നില്ല, കുറച്ച് കഴിയുന്ന സമയത്ത് തോന്നുക. ഇതെല്ലാം ഈ അവസ്ഥയിൽ കൂടെ എല്ലാം ഞാനും പോയിട്ടുള്ളതാണ്. ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ നഷ്ടപ്പെടാണ്ട് നോക്കുക എന്നുള്ളത്, വേറൊരാളും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവില്ല. ട്രസ്റ്റ് മീ, ലൈക്ക് നമ്മൾ എന്ത് അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്തും നമ്മളുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ മാത്രമാണ്. എല്ലാവർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആദ്യം നമ്മൾ ആ ഒരു സ്ട്രോങ് മെന്റാലിറ്റിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു ദിവസം പോലും ഞാൻ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ആൻഡ് സ്ലോലി എന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഞാൻ അന്ന് താമസിച്ച വീട് 2 BHK ആയിരുന്നു ബാംഗ്ലൂരിൽ. അവിടെ ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട്, റൂം അറ്റാച്ച്ഡ് ആയിട്ട്. സോ ഇവിടുത്തെ സൗകര്യങ്ങൾ, ഇപ്പം എൻ്റെ ലൈഫിലുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ലിമിറ്റഡ് സോഴ്സ് നിന്ന് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ റൂമൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല ബ്രൈറ്റ് ആക്കി. എൻ്റെ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ്, ആ റൂമിൽ തന്നെയാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതും, ഞാൻ യോഗ ചെയ്യുന്നതും, എക്സസൈസ് ചെയ്യുന്നതും, കിടക്കുന്നതും. എൻ്റെ വേൾഡ് അതായിരുന്നു. എന്റെ പ്രശ്നങ്ങളുണ്ട്. ചില ആളുകളെ എനിക്ക് ഫിസിക്കലി മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ചില പ്രശ്നത്തിന്റെ ആ ഒരു ഫിസിക്കൽ ഫോം എന്റെ ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതുവരെ ഞാൻ റിയാക്ട് ചെയ്തതുപോലെയല്ല ഞാൻ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അതിനോടൊന്നും എനിക്ക് ദേഷ്യമില്ല, ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. എന്നെ ആരെങ്കിലും കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഓ ഇതെന്തിനു ചെയ്യുന്നു, അതെന്തിനു ചെയ്യുന്നു, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് പോലും എന്റെ റിയാക്ഷൻസ് അങ്ങനെയല്ല. നോർമലി ഞാൻ അതിനൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ ബ്ലാസ്റ്റ് ആവുന്ന ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് ഞാൻ എൻഗേജ്ഡ് ആവുന്നില്ല. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് മാറാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഒരു സിംഗിൾ വേർഡ് ഞാൻ വേസ്റ്റ് ആക്കാൻ പിന്നീട് നിന്നിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരും. സോ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ കൂടെ അലൈൻഡ് ആയിട്ട് വരും. സോ നമ്മുടെ ലൈഫിൽ സ്റ്റക്ക് ആവുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. എന്തിനാണ് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കുന്നത്? നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആരോഗ്യമൊക്കെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പോയിട്ടുണ്ടാവും, അല്ലെ? 1, 2, 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ കൂടെ വീണ്ടും 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 പോകുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം എല്ലാം പല ആളുകൾക്കും പല പോലെ ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു എല്ലാം മരവിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി ഒരു അറ്റൻഷൻ നമ്മൾ കൊടുക്കുക. കാരണം ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് തന്നെ അറിയാം, നമുക്ക് പ്രഷർ കൊടുത്താലോ ഫോഴ്സ് ചെയ്താലോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടി ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. ഈ ഒരു 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് അല്ലാതെ ഞാൻ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്, ഒന്ന് പെയിന്റ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ഗാർഡൻ, കുക്കിംഗ് ചെയ്യുക എന്നുള്ളതും. ഈ പെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈവൻ നമുക്ക് പെയിന്റിംഗ് ഒന്നും അങ്ങനെ അറിയണം എന്നില്ല, അല്ലെങ്കിൽ പെയിന്റിംഗ് പോലത്തെ ചില കാര്യങ്ങൾ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എൻഗേജ്ഡ് ആക്കി വെക്കാനും നമ്മുടെ ബ്രെയിൻ തോട്ട്സ് മൈൻഡ് ഒക്കെ റീഫ്രഷ് ചെയ്യാനും ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മേ ബി എഴുതുന്നതായിരിക്കാം ചില ആളുകൾക്ക്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേർപ്പസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുക. ട്രസ്റ്റ് മീ, നമ്മുടെ പേർപ്പസിലേക്ക്, നമ്മുടെ പുതിയ പേർപ്പസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുക. നമുക്ക് നമ്മുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കാം. നമുക്ക് തോന്നും, ഓക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷെ ആ ഒരു കാര്യം നമ്മളെ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ കാര്യം നമ്മളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗാർഡനിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് ലൈഫ് ഇങ്ങനെ ഉരുകി ജീവിക്കുന്നതിന് പകരം നമുക്ക് ഗ്രോത്ത് ഉള്ള കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് ഒരുപാട് റീഫ്രഷ് ചെയ്യാനും നമ്മുടെ എനർജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ആ ഒരു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗാർഡനിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും, ഓരോ ചെടികളും നടുന്ന സമയത്ത് നമ്മൾ അതിന്റെ വളർച്ച കാണാണ്, അല്ലെ? ഓരോ ദിവസവും നമ്മൾ വെള്ളവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുകയാണ്. നമുക്കൊരുപാട്
റീഫ്രഷ് ആയിട്ടുള്ള എനർജി അവിടെ നിന്ന് ഉണ്ടാവുകയാണ്. നമുക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, മേ ബി ലൈക്ക് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, എന്റെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സമയത്താണോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക? നിങ്ങൾ ടെൻഷൻ അടിച്ചത് കൊണ്ടോ, നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിലേക്ക് നോക്കിയത് കൊണ്ടോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ? മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ലൈഫിൽ സ്റ്റക്കാണ്, ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതുപോലെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൻസ് കൂടുതൽ കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നിങ്ങൾ കൊടുക്കുക. ആ ഒരു ടൈമിലാണ് പല ആളുകളും അവരുടെ ലൈഫിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരുടെ ലൈഫിൽ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ജനിച്ചിട്ടുള്ളത്, ഐഡിയാസും പല സ്കില്ലും ജനിച്ചിട്ടുള്ളത്. പല ആളുകളുടെ ലൈഫ് മാറ്റിമറിച്ചിട്ടുള്ളതും ആ ഒരു സ്റ്റേജിലാണ്. എല്ലാവർക്കും അത് ഓവർകം ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണുന്ന ആളുകൾ ഐ എം ഷുവർ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ട്, നിങ്ങളത് ശ്രമിക്കാൻ നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ട്, നിങ്ങൾ അത് അച്ചീവ് ചെയ്യേണ്ട ആളുകളായതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത്. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യേണ്ട ആളുകളല്ല, ലൈഫിൽ ഇൻസ്പയർ ചെയ്യേണ്ട ആളുകളാണ്. ലൈഫിന്റെ ഈ ഒരു ഫേസ് മാറി ഞാൻ ഇനീഷ്യലി പറഞ്ഞതുപോലെ ആ ഒരു മാജിക് വേൾഡിലേക്ക് വരേണ്ട ആളുകളാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് വരേണ്ട ആളുകളാണ്. സോ ലൈഫിൽ സ്റ്റക്ക് ആവുന്ന സമയത്ത് വേറെ ഒന്നും, നിങ്ങളുടെ പ്രശ്നം ഒന്നും നിങ്ങൾ ഡീൽ ചെയ്യണ്ട. എന്താണെന്നുണ്ടെങ്കിലും, എന്ത് നഷ്ടപ്പെട്ടോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരേ അവസ്ഥയിൽ കൂടെ വീണ്ടും 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 ഒക്കെ പോയി ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും മാത്രം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക, അതിനെ നോക്കുക, അതിനെ എൻഗേജ്ഡ് ആയിട്ട് വെക്കുക. അതിനെ ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കരുത്, അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുത്താനുള്ള ഒരു സിറ്റുവേഷൻ ആക്കരുത്, അങ്ങനത്തെ ഒരു അവസരം കൊടുക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ മാത്രം നോക്കിയാൽ മതി, നിങ്ങളെ സന്തോഷിപ്പിച്ച് വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ പിറകെ വരും. വേറെ ഒന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങളെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, ശരീരത്തിന് ഒരു മൂവ്മെന്റ്സ് അനക്കം കൊടുക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റം വരാത്തൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട. മേ ബി നമുക്കതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല, നെക്സ്റ്റ് എന്താവും, നമ്മുടെ ഫ്യൂച്ചർ എന്താവും, നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം ഒന്നും അറിയുന്നുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ കാണാത്ത ചില പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമ്മളുടെ ഉള്ളിൽ ആ ഒരു ടീം വർക്ക് ആയിട്ട്, നമ്മൾ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒരു ടീം വർക്ക് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ് ആയിട്ട് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ചില മിറാക്കിൾ സംഭവിക്കുന്നത്, ആൻഡ് മെയിൻലി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിന്റെ നെക്സ്റ്റ് അടുത്ത ഒരു ഹിഡൻ പേർപ്പസിലേക്ക് ആയിരിക്കും. ഓക്കെ, ലൈഫ് അവിടെ എൻഡ് ആവുന്നില്ല. ഓൾറൈറ്റ്, നമ്മുടെ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ലൈഫ് എൻഡ് ആവില്ല, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോരേണ്ടതായിട്ടുണ്ട്. മേ ബി ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ ചില ആളുകൾ ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കാം വേണ്ടി വരിക, അല്ലെങ്കിൽ ഓരോരുത്തരും എടുക്കുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കാം. ചില ആളുകൾക്ക് ചിലതൊക്കെ കണ്ടു നിന്ന് പകച്ചു നിന്ന് പോകുന്നുണ്ടായിരിക്കണം. അതൊക്കെ റിയലൈസ് ചെയ്തിട്ട് അതിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു മാനസികാവസ്ഥ അവർ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരിക്കണം. ചിലത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു പാത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഓൾറൈറ്റ്, സോ ചില സമയത്ത് നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, നമ്മുടെ കൺട്രോളിലല്ല പോകുന്നതെങ്കിൽ എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റില്ല. പക്ഷേ നമുക്കിനി എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ കാമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് സ്ലോലി നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് ആ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലാവുക. നമ്മൾ തിരക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈവൻ തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ? പല ആളുകൾക്ക് ഒരു പ്രശ്നത്തിൽ കൂടെ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ധൃതി കാണിക്കുകയാണ് ചെയ്യുക, പേടിച്ചിട്ട് ടെൻഷനായിട്ട്, അല്ലെ, വെപ്രാളം കാണിച്ചിട്ടാണ് പല ആളുകളും സിറ്റുവേഷൻ ഡീൽ ചെയ്യുക. പെട്ടെന്ന് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്ന സമയത്ത് നമുക്ക് അടുത്തുള്ള കാര്യമായിരിക്കാം, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. പക്ഷെ ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക്
നമുക്ക് വേണ്ട കാര്യം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്? മൈൻഡ്, ശരീരം ഒക്കെ ഒന്ന് കാമാക്കി വെക്കുക. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി, പക്ഷേ അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ട്, നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്കത് പറ്റുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.